ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. മുദസ്സിർ അസീസ് സംവിധാനം ചെയ്ത് ആയുഷ്മാൻ, സാറ അലി ഖാൻ, വാമിക ഗബ്ബി, രാഹുൽ പ്രീത് സിംഗ് ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ഹിന്ദി ചലച്ചിത്രമാണ് പതി പത്നി ഓർ വോ ദോ. എന്ത് സിനിമയാണെന്ന് നമ്മൾ കണ്ടാലേ അറിയാവൂ. അതിന്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് റോംകോം ആവാനാണ് സാധ്യത കൂടുതൽ. ബോളിവുഡിലെ റോംകോം സിനിമകളൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്ന ടൈമാണ്. ആൻഡ് ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എല്ലാം മുദസ്സിർ അസീസ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. വാ. TC BR Studios 1978. राजाओं, फकीरों, योद्धाओं की गाथाएं. പഴയ പടത്തിലെ സീനുകളാണ് ഇത്. 2019 ടൈം ട്രാവൽ. കാർത്തിക് അനന്യ പാണ്ഡെ ഇവരും തമ്മിൽ മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ വർഷം എന്തോ റിലീസ് ആയതാണ്. बस एक ही चीज है जो नहीं बदलती. आपसे मिलने कोई आई है? कौन आई है? आयुष्मान की फितरत. पांडे जी, क्या तो साला लग पाया? एक दोस्त सारा अली खान, दूसरी राहुल दोस्त ऐसे മൂന്ന് പേരെ പ്രേമിക്കുന്നുണ്ട്. दोस्त ही है ना? പതി പത്നി ഓർ വോ ദോ. ഭൂഷൺ കുമാർ എന്ന പേര് ഞാൻ കേട്ടിട്ടുണ്ട്. डायरेक्ट बाय मुदस्सिर अजीज. का यूनिवर्स आपको दिखेगा 15 मई से सिनेमाघरों में. 2026 മെയ് 15 സമ്മർ റിലീസിനാണ് സിനിമ വരുന്നത്. പതി പത്നി ഓർ വോ ദോ. ആയുഷ്മാൻ, വാമിക ഗബ്ബി, സാറ അലി ഖാൻ ആൻഡ് രാഹുൽ പ്രീത് സിംഗ്. എനിക്ക് ഒന്ന് മൂന്നുപേരെയും പ്രണയിക്കുന്നു. റോംകോം ടൈപ്പ് തന്നെയാണ് സിനിമ. മൂന്നുപേരെ പ്രണയിക്കുന്നു. മൂന്നുപേരും ആയുഷ്മാനാണ് പ്രണയിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അതുമായിട്ട് തമ്മിൽ നടക്കുന്ന സംസാരങ്ങൾ, പിണക്കങ്ങൾ, പിന്നെ കുറച്ച് റൊമാൻറ്റിക് സീൻസുകൾ, പിന്നെ അതിൻ്റെ സ്ട്രഗിൾസുകൾ, പിന്നെ കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന, അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോകും. നമ്മൾ യൂഷ്വലായിട്ട് കണ്ടിട്ടൊന്നും. പിന്നെ ആയുഷ്മാൻ കൂടെ ആകുമ്പോൾ നല്ലതായിട്ട് അഭിനയിക്കാനും ചാൻസുകൾ കൂടുതലാണ്. 3 നായികമാരുണ്ട്. അപ്പോൾ അത് തുടക്കം കാണിച്ചെന്തിനാണ്? ചിലപ്പോൾ ആയുഷ്മാൻ തന്നെ ആയിരിക്കും ആ ബാക്ക് സ്റ്റെയറി പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ലൂപ്പ് പോലെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നടന്നിട്ട് പോകുന്നത്. ഓഫീസിൽ വരുന്നവരെ പുതിയ ആളെ കാണുന്നു, പ്രണയം വരുന്നു എന്നുള്ളൊരു ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സില്ല, അത് അറിഞ്ഞൂടാ. അത് കാണുമ്പോഴേ മനസ്സിലാവും. മൊത്തത്തിൽ ട്രെയിലർ ഒരു കോമഡി പടമാവാനാണ് സാധ്യത കൂടുതൽ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഒന്ന് അല്ലെങ്കിൽ ഒരു സീരിയസ് ടൈപ്പ് ഒന്നും ആവാനാണ് സാധ്യതയൊന്നും കൂടുതലില്ല. ഒരു കോമഡി സിനിമ ആവാനാണ് സാധ്യത കൂടുതൽ. റൊമാൻറ്റിക് കോമഡി മൂവി അത് തന്നെയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ചിലപ്പോൾ 1-2 ഗ്ലാമർ പാട്ടുകളുണ്ടാവും. ആസ് യൂഷ്വൽ പടം വരാൻ സാധ്യതയുള്ളൂ. വേറെ പ്രത്യേകിച്ച് ആവാൻ സാധ്യതയില്ല. കാരണം ടീച്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.